ഹായ് ഫ്രണ്ട്സ്, ക്രേസി ജോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ പറമ്പിൽ ഒരു കിണറുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 75-80 വർഷത്തോളം പഴക്കമുള്ള ഒരു കിണർ തന്നെയാണ്. നമ്മുടെ വല്യപ്പച്ചൻ്റെ കാലഘട്ടത്തിൽ അവർ കുത്തിയ ഒരു കിണറാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള കല്ല് കാട്ടുകല്ല് കൊണ്ട് പണിത ഇതായിരുന്നു. അത് കംപ്ലീറ്റ് കഴിഞ്ഞ കാലവർഷത്തിൽ ഇടിഞ്ഞ് വീഴുകയുണ്ടായി. കുറേ ചള്ളയൊക്കെ അതിനകത്ത് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ കിണറൊന്ന് ക്ലീൻ ചെയ്ത് അതിലെ ചള്ളയും കല്ലും ഒക്കെ ഒന്ന് വാരിക്കളഞ്ഞ് അതിൽ നമുക്ക് റിങ് ഇറക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന വീഡിയോ. അപ്പോൾ ആ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കഴിഞ്ഞ കാലവർഷത്തിന് കല്ലെല്ലാം ഇടിഞ്ഞ് വീണ നമ്മുടെ കിണർ. അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം. അതിൻ്റെ പണിക്കാർ ഓൾറെഡി വന്നിട്ടുണ്ട്. അവർ വന്ന പാടെ തന്നെ നമ്മുടെ മോട്ടറൊക്കെ സെറ്റ് ചെയ്ത് ഇതിലെ വെള്ളം വലിച്ച് കളയാനാണ്. കാരണം താഴേന്ന് ഇതിനകത്ത് ചള്ളയും കല്ലും ഒക്കെ വീണിട്ടുണ്ട്, അത് എടുത്ത് മാറ്റണം. അപ്പോൾ ഇതിനകത്ത് വീണ കല്ലും ചള്ളയെല്ലാം ഇവർ ഓരോന്ന് വാരി കളയാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 2 ദിവസം എടുത്തിട്ടാണ് ഇതിലെ ചള്ളയും കല്ലും എല്ലാം വാരി അവർ ആ കിണർ ക്ലീൻ ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കല്ലെല്ലാം ക്ലീനാക്കി ചള്ളയെല്ലാം എടുത്ത് കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് അടിച്ച് കളയുകയാണിപ്പം. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ തൊട്ടി മുങ്ങുന്നതിന് ഭാഗമായി ഒരു സൈഡ് ഇച്ചിരി താഴ്ത്തിയാണ് കുഴിച്ചേക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു കല്ലും അവർ നിരത്തിയിട്ടുണ്ട്. കാരണം റിങ് ഇറക്കുമ്പോൾ ലെവൽ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ റിങ്ങെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ റിങ് നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്ത് ഇറക്കുന്നത് നോക്കാം. അങ്ങനെ ആദ്യത്തെ റിങ് ഇറക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ 1/2 ഇഞ്ചിൻ്റെ മിറ്റിലാണ് ഇറക്കിയേക്കുന്നത്. അപ്പം ആ റിങ്ങിന് ചുറ്റും 1/2 ഇഞ്ചിൻ്റെ മിറ്റിൽ അവർ ഫില്ല് ചെയ്യുന്നുണ്ട്. ഓരോ റിങ് ഇറക്കിയതിന് ശേഷം അതിന് ചുറ്റുമുള്ള മിറ്റിൽ അവർ ക്ലിയർ ചെയ്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കിണർ. റിങ് ഇറക്കുന്നത് ആ പ്രൊസീജിയറിലേക്കാണ് ഇപ്പോൾ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 7-8 റിങ് ഇപ്പോൾ ഇറക്കി കഴിഞ്ഞു. അങ്ങനെ ഏകദേശം നമ്മൾ പറഞ്ഞതുപോലെ 20 റിങ്ങോളം അവർ വെച്ചിട്ടുണ്ട്. അപ്പം 20 റിങ് വെച്ചതിന് ശേഷം മിറ്റിലിട്ടതിൻ്റെ മുകളിൽ അവർ നല്ല പച്ചമണ്ണാണ് ഫില്ല് ചെയ്യുന്നത്. തറനിരപ്പ് ലെവൽ ചെയ്യാൻ വേണ്ടിയാണ് ഒരു പച്ചമണ്ണ് ഇടുന്നത്. അങ്ങനെ പച്ചമണ്ണെല്ലാം ഇട്ട് അവർ ക്ലിയർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തെ ഗ്യാപ്പെല്ലാം അവർ സിമെൻറ്റ് പ്ലാസ്റ്റർ ചെയ്യുന്നുണ്ട്. ഓരോ റിങ്ങിൻ്റെയും അകത്തുള്ള ഗ്യാപ്പുകളും പുറമേയുള്ള ഗ്യാപ്പും അവർ പ്ലാസ്റ്റർ ചെയ്തിട്ടാണ് പോകുന്നത്. ഏകദേശം കിണറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. ഏകദേശം നമ്മളിവിടെ 20 റിങ്ങോളം ഇതിനകത്ത് ഇറക്കിയിട്ടുണ്ട്. പൊടിയൊക്കെ വീഴാതിരിക്കാൻ ഇതിനകത്ത് നമ്മൾ നെറ്റൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം പണ്ടിത് പൊടിയൊക്കെ വീണ് കച്ചറായി കിടക്കുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും കിണർ നല്ല ഭംഗിയായിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് ആ കിണർ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം.